വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം ഒരു മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവാണ് മരിച്ചത്. വയനാട് ബത്തേരി സ്വദേശി രതീഷ്. അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പം. അഭിജിത്ത്, അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു ജീവൻ കൂടി എടുക്കുകയാണ്. ആശങ്ക കൂടുകയാണല്ലോ അഭിജിത്ത്. തീർച്ചയായും സുജയ, കഴിഞ്ഞ ഒരു മാസത്തിനിടെ മരിക്കുന്ന നാലാമത്തെ ആളാണിത്. ആദ്യം നമുക്കറിയാം താമരശ്ശേരി കോരങ്ങാട് സ്വദേശിയായ ഒരു 9 വയസ്സുകാരി. പിന്നീട് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് 3 മാസം പ്രായം മാത്രമുള്ള ഒരു കുഞ്ഞു മരിച്ചത്. പിന്നീട് മലപ്പുറം സ്വദേശിയായ ഒരു യുവതി മരിച്ചു. അങ്ങനെ 3 പേരുടെ മരണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് സംഭവിച്ചതാണ്. ഇതാ ഇപ്പോൾ ഒരു യുവാവിന്റെ മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. 49 വയസ്സുകാരനായ സുൽത്താൻ ബത്തേരി സ്വദേശിയുടെ മരണമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെയോടുകൂടിയായിരുന്നു മരണം. കഴിഞ്ഞ കുറേ നാളുകളായി രോഗം ബാധിച്ച് ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്ന് സ്രവ പരിശോധനയിൽ ഇയാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. തീവ്ര പരിചരണത്തിലായിരുന്നു ഇയാൾ. പ്രത്യേക സംഘമൊക്കെ ഡോക്ടേഴ്സിന്റെ പ്രത്യേക സംഘമൊക്കെ ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ മരണം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് 11 പേർ കൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുണ്ട്. അതിലൊരു കാസർഗോഡ് സ്വദേശി കൂടിയുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന്റെ നിലയും അല്പം ഗുരുതരാവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും സുജയ, ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെ നിലവിലുണ്ട്. കാരണം അമീബിക് മസ്തിഷ്ക ജ്വരം ഇടവിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി നിരവധി കേസുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. പലതിൻ്റെയും ഉറവിടം വ്യക്തമാകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴും ഇത്തരം പോസിറ്റീവ് കേസുകൾ വരുന്നു. അത് മരണത്തിലേക്ക് ചെന്ന് കലാശിക്കുന്നു. ഏതായാലും ഇടപെടലുകൾ അല്ലെങ്കിൽ പ്രതിരോധ നടപടികൾ, മറ്റ് മുന്നറിയിപ്പുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഊർജിതമായി തുടരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. സുജയ, വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമുള്ള മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങളാണ് അഭിജിത്ത് മുഴക്കുന്ന് പങ്കുവച്ചത്.